എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ മുരുക ഭഗവാന്റെ ഒരു കഥയാണ് പറയുന്നത്. ശിവഭഗവാനിൽ നിന്നും ശാപം കിട്ടിയ കഥയും ഭഗവാൻ മുരുകൻ സർപ്പമായി മാറിയതും പാർവതി മാതാവ് സ്കന്ദഷഷ്ഠി വ്രതം എടുക്കാനുണ്ടായ സാഹചര്യവുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മുരുക ഭഗവാൻ സൂരപത്മൻ എന്ന അസുരനെ പരാജയപ്പെടുത്തിയ മഹായുദ്ധത്തിന് ശേഷം പ്രപഞ്ചം മുഴുവൻ സന്തോഷിച്ചു. ദേവന്മാർ മുരുക ഭഗവാനെ ദേവസേനാപതി, 3 ലോകങ്ങളുടെയും പരമനായ സൈന്യാധിപനും രക്ഷകനുമായവൻ എന്ന് സ്തുതിച്ചു. ഈ സ്തുതികളെല്ലാം കേട്ടപ്പോൾ മുരുക ഭഗവാന്റെ മനസ്സിലൊരു സൂക്ഷ്മമായ അഭിമാനബോധം അഥവാ അഹങ്കാരം ഉയർന്നു വരാൻ തുടങ്ങി. അദ്ദേഹം ചിന്തിച്ചു, ശിവഭഗവാനും വിഷ്ണു ഭഗവാനും പോലും സൂരപത്മനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ ഞാനത് ഒറ്റയ്ക്ക് ചെയ്തു. മുരുക ഭഗവാൻ ദിവ്യനാണെങ്കിലും ഈ നേരിയ അഹങ്കാരം ഒരു ദിവ്യ നാടകമായിരുന്നു അഥവാ ലീലയായിരുന്നു. എളിമയെയും സമർപ്പണത്തെയും കുറിച്ച് ലോകത്തെ പഠിപ്പിക്കാൻ മുരുക ഭഗവാന്റെ പിതാവും ഗുരുവുമായ ശിവഭഗവാൻ ഈ അഹങ്കാരത്തിൻ്റെ അംശം നീക്കം ചെയ്യാൻ തീരുമാനിച്ചു. മുരുക ഭഗവാന്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ട് സൗമ്യമായി ചോദിച്ചു, എൻ്റെ കുഞ്ഞ്, സൂരപത്മനെ തോൽപ്പിക്കാൻ നിന്റെ ശക്തിയും ബലവും എവിടെ നിന്നാണ് വന്നത്? അഹങ്കാരത്താൽ നിറഞ്ഞ മുരുക ഭഗവാൻ പറഞ്ഞു, എൻ്റെ വീര്യവും എൻ്റെ വേലുമാണ് ആ രാക്ഷസനെ നശിപ്പിച്ചത്, മറ്റാരുമല്ല. ഇത് കേട്ട് ശിവഭഗവാൻ പുഞ്ചരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ സ്കന്ദ, ഈ പ്രപഞ്ചത്തിലെ എല്ലാ ശക്തിയും പരമമായ ഉറവിടത്തിൽ നിന്നാണ് ഒഴുകുന്നത്. നിന്റെ വേൽ പോലും നിന്റെ അമ്മ പാർവതി മാതാവ് നൽകിയതാണ്. ഈ സത്യം നീ മറന്നാൽ ദിവ്യന്മാർക്ക് പോലും വീഴാൻ കഴിയും. ഈ പാഠം ആഴത്തിൽ പഠിപ്പിക്കാൻ ശിവഭഗവാൻ മുരുകനെ ശപിച്ചു. അഹങ്കാരം എന്നിൽ പ്രവേശിച്ചതിനാൽ നീ ഒരു സർപ്പത്തിൻ്റെ രൂപം സ്വീകരിച്ച് അഹങ്കാരം പൂർണ്ണമായും അലിഞ്ഞു പോകുന്നതുവരെ പാതാളത്തിൽ വസിക്കട്ടെ. അപ്പോൾ മാത്രമേ നിനക്ക് നിന്റെ യഥാർത്ഥ ദിവ്യരൂപം വീണ്ടെടുക്കാൻ കഴിയൂ. തൽക്ഷണം മുരുക ഭഗവാൻ ഒരു പ്രകാശമാനമായ സർപ്പമായി രൂപാന്തരപ്പെട്ടു. ഭൂമിക്കടിയിൽ ഉറങ്ങിക്കിടക്കുന്ന ചുരുണ്ട ദിവ്യശക്തിയെ അഥവാ കുണ്ഡലിനി ശക്തിയെ പ്രതീകപ്പെടുത്തുന്നു. തൻ്റെ പ്രിയപ്പെട്ട മകൻ ശപിക്കപ്പെട്ടത് കണ്ട് ഹൃദയം തകർന്ന പാർവതി മാതാവ് ശിവഭഗവാനോട് കരുണയ്ക്കായി പ്രാർത്ഥിച്ചു. എന്നാൽ ശിവഭഗവാൻ സൗമ്യമായി പറഞ്ഞു, ദേവി, ഇത് ശിക്ഷയല്ല, ഇത് പരിവർത്തനമാണ്. മുരുക ഭഗവാന്റെ തൻ്റെ അഗ്നിശക്തിയെ സർപ്പശക്തിയുടെ തണുത്ത ജ്ഞാനവുമായി ലയിപ്പിക്കണം. ദേവിയുടെ തപസ്സിന് മാത്രമേ മുരുകനെ തിരികെ കൊണ്ടുവരുവാൻ കഴിയൂ. തൻ്റെ മകനെ വീണ്ടെടുക്കാൻ പാർവതി മാതാവ് ഒരാഴത്തിലുള്ള തപസ് ചെയ്തു. അതാണ് സ്കന്ദഷഷ്ഠി വ്രതം. 6 ദിവസം പാർവതി മാതാവ് തൻ്റെ മകനെ ധ്യാനിച്ചു. ഉപവസിച്ചും മുരുക ഭഗവാന്റെ നാമം ജപിച്ചു. ഓം ശരവണ ഭവ നമ. 6-ാം ദിവസം ഷഷ്ഠി തിഥി ദേവിയുടെ പ്രാർത്ഥനകൾ സഫലമായി. ശുദ്ധീകരിക്കപ്പെട്ടതും ജ്ഞാനോദയമുള്ളതുമായ മുരുകൻ നവീകരിച്ച ദിവ്യ തേജസ്സോടെ പ്രകാശിച്ചുകൊണ്ട് സർപ്പരൂപത്തിൽ നിന്ന് പുറത്തു വന്നു. മുരുക ഭഗവാൻ മാതാപിതാക്കളെ വണങ്ങി മനസ്സിലാക്കി, ഏറ്റവും ശക്തനായ വ്യക്തി പോലും പരമാത്മാവിൻ്റെ മുമ്പാകെ വിനയാന്വിതനായിരിക്കണം. ഈ സംഭവത്തിന് ശേഷം മുരുക ഭഗവാൻ എല്ലാ സർപ്പജീവികളെയും അനുഗ്രഹിക്കുകയും അവരെ എന്നേക്കുമായി സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മുരുക ഭഗവാനെ സർപ്പങ്ങളുടെ സംരക്ഷകനായും പ്രഭുവായും നാഗരാജൻ ആയി ആരാധിക്കുന്നത്. ഉണർന്നിരിക്കുന്ന രൂപത്തിൽ ആത്മീയ ശക്തിയെ അഥവാ കുണ്ഡലിനി ശക്തിയെ പ്രതീകപ്പെടുത്തുന്നു. അങ്ങനെ ക്ഷേത്രം മുരുക ഭഗവാന്റെ സർപ്പരൂപത്തിൽ വാസികയുമായി ഐക്യപ്പെട്ട സ്ഥലത്തെയും പാർവതി മാതാവ് സ്കന്ദഷഷ്ഠി വ്രതം തൻ്റെ ദിവ്യ രൂപം പുനഃസ്ഥാപിച്ച സ്ഥലത്തെയും പ്രതിനിധീകരിക്കുന്നു. നന്ദി, നമസ്കാരം.